ഒരു സുന്ദരമായ വാഹനത്തിൽ ഒരാൾ വന്നിറങ്ങുകയാണ്. അദ്ദേഹം ആ സദസ്സിലേക്ക് വന്നു എന്നറിഞ്ഞതോടുകൂടി ആ സദസ്സിൽ നല്ല തക്ബീർ ധ്വനികൾ മുഴങ്ങുകയാണ്. നല്ല സ്വാഗത ഗാനങ്ങൾ ഈണത്തിൽ ആലപിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുമ്പം കാണാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഇങ്ങനെ നടന്ന് ആ വേദിയിലേക്ക് കടന്നു വരികയാണ്. അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ടവരെ സ്വീകരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് എല്ലാവരും എണീറ്റ് നിൽക്കുകയാണ്. നിങ്ങളും കണ്ടിട്ടില്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ ഓർമ്മകളിലില്ലേ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ? എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നത്? എന്തിനായിരിക്കും അവരെല്ലാം എണീറ്റ് നിന്നത്? ഒരു കാര്യം നമുക്കൊക്കെ അറിയാം അല്ലേ? ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് വലിയൊരു പണ്ഡിതനാണ്, പാണ്ഡിത്യത്തിനുടമയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ വരവ് കൊണ്ട്, സന്തോഷം കൊണ്ട് എല്ലാവരും എണീറ്റ് നിന്നത്. ഇൽമിൻ്റെ അഹ്ലുകാരെ നാം ബഹുമാനിക്കണം, ഇൽമിനെ നാം ബഹുമാനിക്കണം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം വഖ്റിൽ ഇൽമ എന്ന അധ്യായം. ഈ അധ്യായത്തിൽ കുറഞ്ഞ വരികളിലൂടെ ഇൽമ് അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളാകുന്ന നമ്മൾ എന്തെല്ലാം മര്യാദകളാണ് പാലിക്കേണ്ടിയത്, എന്തെല്ലാം ചിട്ടകളാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്ന് ബഹുമാന്യരായ മുൻതഖബ് റളിയല്ലാഹു അൻഹു രചിച്ച തൻ്റെ ഫത്ഹുൽ ഖയ്യൂമിലെ വരികളാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. എന്താണ് ഈ വരികളിൽ പറയുന്നത്? വിജ്ഞാനം നുകരുന്ന വിദ്യാർത്ഥികളാകുന്ന നമുക്ക് എന്തെല്ലാം ഉണ്ടാവണം എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് മുമ്പിൽ സമ്മാനിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്ന ഈ 4 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആകത്തുക കൃത്യമായും ക്ലാസ് കഴിയുമ്പോഴേക്കും ഓർമ്മയിലുണ്ടാവും. 1. പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ശുദ്ധിയുള്ള ഹൃദയമുണ്ടായിരിക്കണം. എങ്ങനെയാണ് ഹൃദയം ശുദ്ധമാകുന്നത്? ഞാനതിന് ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ചെറിയ കുളം കണ്ടിട്ടില്ലേ? വെള്ളം നിൽക്കുന്ന കുളം, നല്ല തെളിഞ്ഞ വെള്ളമുള്ള കുളം. എന്നാൽ ആ കുളത്തിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് ചെറിയ ചാലുകളിലൂടെയാണ്. 5 ചാലുകളുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ആ 5 ചാലുകളും നല്ല ശുദ്ധമായ വെള്ളമാണ് ഈ കുളത്തിലേക്ക് ഒഴുക്കി വിടുന്നത് എങ്കിൽ തീർച്ചയായും ആ കുളത്തിലെ വെള്ളം എങ്ങനെയായിരിക്കും? ശുദ്ധമായതായിരിക്കും. ശരിയല്ലേ? ഈ 5 ചാലുകളും അശുദ്ധമായ ജലത്തെയാണ് ആ കുളത്തിലേക്ക് തള്ളിവിടുന്നത് എങ്കിലോ വെള്ളം മലിനമായിരിക്കും അല്ലേ? ഇതുപോലെയാണ് നമ്മുടെ ഹൃദയം. നാം കാണുന്നത്, കേൾക്കുന്നത്, രുചിക്കുന്നത്, സ്പർശിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി
നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്ന സർവ്വതും ഒന്നുകിൽ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ മലിനമാക്കുന്നു. വിദ്യാർത്ഥിക്ക് ആദ്യമായി ഉണ്ടാകേണ്ടത് പരിശുദ്ധമായ ഹൃദയമാണ്. രണ്ടാമതായി നല്ല ഉദ്ദേശ്യ ശുദ്ധിയാണ് നമുക്കുണ്ടാകേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താ? നാം എന്തിനാണ് പഠിക്കുന്നത്? നമുക്കെന്തിനാണ് ഒരുപാട് ഇൽമുകൾ? അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനാണ്. നല്ല ഉദ്ദേശ്യത്തോടുകൂടി മാത്രമായിരിക്കണം നാം ഇൽമിനെ സമ്പാദിക്കേണ്ടത്. സമ്പത്തിനെ മോഹിച്ചുകൊണ്ടാകരുത്. നല്ല ഉദ്ദേശ്യ ശുദ്ധി നമുക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമതായി നമുക്കുണ്ടാകേണ്ടത്, നാം ഇൽമ് ലഭിക്കാനുള്ള വഴികൾ അന്വേഷിക്കണം. എവിടുന്നെല്ലാമാണ് നമുക്ക് ഇൽമ് ലഭിക്കുന്നത്? പറയൂ. ഉസ്താദുമാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, നല്ല സുഹൃത്തുക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, അല്ലേ? പല മേഖലകളിൽ നിന്നായി നമുക്ക് ഇൽമ് ലഭ്യമാണ്. അതുകൊണ്ട് നല്ല വിജ്ഞാനത്തെ കരസ്ഥമാക്കാൻ അതിൻ്റെ വഴികളെ അന്വേഷിച്ച് നാം ഇൽമിനെ സ്വായത്തമാക്കണം. നാലാമതായി ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം, നല്ല ജീവിതം നയിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കണം. അള്ളാഹു നമ്മോട് ചെയ്യാൻ നിർദ്ദേശിച്ചവ ചെയ്യുകയും ഉപേക്ഷിക്കാൻ കൽപ്പിച്ചവ മാറ്റി നിർത്തുകയും ചെയ്യാൻ ഒരു വിദ്യാർത്ഥിക്ക് കഴിയുമ്പോഴാണ് ആ വിദ്യാർത്ഥി ഒരു നല്ല സ്റ്റുഡൻ്റായി മാറുന്നത്. അള്ളാഹു നമ്മെ നല്ല വിദ്യാർത്ഥികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും കിതാബെടുത്ത് വഖിരിൽ ഇൽം എന്ന അധ്യായം തുറക്കുക. അതിൻ്റെ ആദ്യത്തെ 3 വരികൾ മാത്രമാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ചൊല്ലുന്ന വരികൾ ശ്രദ്ധിക്കുകയും എൻ്റെ കൂടെ ചൊല്ലാനും ശ്രമിക്കുക. യാ ത്വാലിബൽ ഇൽമി റഫീഅ അദ്ദാബി تعلم العلم بذي الآداب فطهر القلب وصحح نية وابغ بالأسباب لا بالمنية وأد ما عليك مفروض بلا إدخال نقصان فذا ما قبلا. ഇനി നമുക്ക് ഒരുമിച്ച് പാടാം. യാ ത്വാലിബൽ ഇൽമി റഫീഅ അദ്ദാബി തഅല്ലമിൽ ഇൽമ ബിദിൽ ആദാബി ഫതഹിരിൽ ഖൽബ വസഹ്ഹിഹ് നിയ്യ وابغ بالأسباب لا بالمنية وأد ما عليك مفروض بلا إدخال نقصان فذا ما قبلا. ഇൻഷാ അള്ളാഹ് ഈ 3 വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് പരിചിതമായ വരികൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 പദങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്കത് നോട്ട് ചെയ്യുകയും ആവാം. റഫീഅ അദ്ദാബ്, ഉന്നത സ്ഥാനമുള്ളവൻ, ഉയർന്ന സ്ഥാനമുള്ളവൻ എന്നർത്ഥം. ബഗാ,
അന്വേഷിച്ചു. മുനിയ വ്യാമോഹം, നുഖ്സാൻ വീഴ്ച. ഇത്രയും പദങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 3 വരികളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇനി എല്ലാവരും എൻ്റെ കൂടെ പുസ്തകത്തിൽ ചൂണ്ടുവിരൽ വെച്ച് ഞാൻ വായിക്കുന്ന ഭാഗങ്ങളിലൂടെ കൈയോടിച്ച് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോവാം. യാ ത്വാലിബൽ ഇൽമി റഫീഅദ്ദാബി, സ്ഥാനം ഉയർന്നവനായ വിദ്യാർത്ഥി, തഅല്ലമിൽ ഇൽമ ബിസിൽ ആദാബി, ഇവിടെ പറയപ്പെടുന്ന മര്യാദകളോടെ നീ വിജ്ഞാനം അഭ്യസിക്കുക. വിദ്യാർത്ഥികളാകുന്ന നമ്മോട് ബഹുമാനപ്പെട്ട മുൻതഖബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, വിദ്യാർത്ഥികളെ, ഇവിടെ ഞാൻ ഉദ്ധരിക്കുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഇൽമു പഠിക്കൂ കുട്ടികളെ. ഫതഹിരിൽ ഖൽബ വസ്വഹിഹ് നിയ്യ, ഹൃദയം ശുദ്ധിയാക്കുകയും ഉദ്ദേശ്യം നന്നാക്കുകയും ചെയ്യണം നിങ്ങൾ. വിദ്യാർത്ഥികളാകുന്ന നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഹൃദയം ശുദ്ധിയാക്കുകയും ഉദ്ദേശ്യം നന്നാക്കുകയും വേണം. വബ്ഗി ബിൽ അസ്ബാബി ലാ ബിൽ മുനിയ, യഥാർത്ഥ വഴികളിലൂടെ വിജ്ഞാനത്തെ അന്വേഷിക്കുക, വ്യാമോഹത്തിലൂടെയല്ല. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇൽമു ലഭിക്കുന്നത്? അവരിൽ നിന്നെല്ലാം ഇൽമിനെ കരസ്ഥമാക്കാൻ നാം ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. എനിക്ക് കൂടുതൽ അറിവ് ലഭിക്കണം എന്ന് മോഹിച്ചതുകൊണ്ട് മാത്രം പോരാ. ആ ഇൽമ് ലഭിക്കാനുള്ള വഴികളെ അന്വേഷിച്ച് കണ്ടെത്തി നാം ഇൽമിനെ സ്വീകരിക്കണം. ഇനി അടുത്ത വരി നോക്കൂ. വഅദ്ദി മാ അലൈക മഫ്റൂളുൻ, നിനക്ക് നിർബന്ധമായതിനെ നീ നിർവഹിക്കണം. ബിലാ ഇദ്ഖാലി നുഖ്സാനിൻ ഫദാ മാ ഖുബില, വീഴ്ച വരുത്താതെയായിരിക്കണം നീ അവ നിർവഹിക്കേണ്ടത്. കാരണം വീഴ്ച വരുത്തിയുള്ള ആരാധനകൾ സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹു നമ്മുടെ മേൽ ഫർളാക്കിയവ എന്തൊക്കെയാണോ അവയെല്ലാം വീഴ്ച കൂടാതെ നിർവഹിക്കുക എന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും അനിവാര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ചെറിയൊരു ഹോംവർക്ക് നിങ്ങൾക്ക് നൽകുകയാണ്. വിദ്യാർത്ഥികളിൽ ഉണ്ടായിരിക്കേണ്ട 4 ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ആമുഖത്തിൽ പറഞ്ഞുവല്ലോ. ആ 4 ഗുണങ്ങൾ വൃത്തിയായി എഴുതി ഉസ്താദുമാർക്ക് കൈമാറുന്നത് ഇന്ന് പഠിച്ചത് മുഴുവനും ഓർമ്മയിൽ നിലനിർത്താൻ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുകയാണ്. എൻ്റെ വിദ്യാർത്ഥിനികൾ അത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്
صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله